ഇന്ന് നമ്മുടെ നാഗക്കാവിൽ ആയില്യ പൂജയായിരുന്നു. അതുകൊണ്ട് ഉച്ചയൂണൊന്നും റെഡിയാക്കിയില്ല കേട്ടോ. അവിടെ കഞ്ഞിയും പുഴുക്കുണ്ട്, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ഉപ്പുമാവും ഏത്തപ്പഴം പുഴുങ്ങിയതായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി. പിന്നെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് കഞ്ഞി വാങ്ങി കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് 3 മണിയായപ്പോഴേക്കും മോളും അഖിലും കുഞ്ഞുങ്ങളൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വയ്യാതെയൊക്കെ ആവുന്നതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് അവരിവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ. 2 പ്രാവശ്യം എനിക്ക് നെഞ്ചുവേദന വന്നിട്ടുണ്ട്. അതുകൊണ്ട് മോൾക്ക് പേടിയാണ് എന്നെ ഒറ്റയ്ക്ക് നിർത്താനായിട്ട്. ഞായറാഴ്ച ഒരു ദിവസം മാത്രം അങ്ങോട്ട് പോകും, നാളെ രാവിലെ ഇങ്ങോട്ട് പോരും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവർ പോയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് കഴിക്കാനായിട്ട് കുറച്ച് സേമിയ മേടിച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കി കട്ടൻ ചായയും കൂടി ഉണ്ടാക്കി എടുത്തു കേട്ടോ. അങ്ങനെ ഉപ്പുമാവ് റെഡിയായി വന്നപ്പോഴേക്കും ഞാനും മോനും കൂടി കഴിച്ചു. പിന്നെ നമ്മുടെ 2 ബെഡ്റൂമിൻ്റെയും ജനലിൽ മാറാമ്പലൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫാനുകളെല്ലാം ഒന്ന് തുടക്കണം. അപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഫാൻ തുറക്കാനും പിന്നെ ജനലൊക്കെ തുറക്കാനൊക്കെ ആയിട്ട് നിന്നു. അത്യാവശ്യം നല്ല പൊടിയുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി ഞാൻ ഈ ഫാനൊക്കെ തുടച്ചിട്ട്, അതുകൊണ്ട് നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാനെല്ലാം തുടച്ചിട്ട് മുറിയും കൂടി ഒന്ന് അടിച്ച് തുടച്ചിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പീലിമോളുടെ കുഞ്ഞു അവിടെയൊക്കെ കളിപ്പാട്ടങ്ങളുണ്ടല്ലോ, ചുമ്മാ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുമായിരിക്കും. അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് റൂമൊക്കെ അടിച്ച് തുടച്ചും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഞാനും മോനും കിടക്കുന്ന ബെഡ്റൂമിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ബെഡ്ഷീറ്റ് മാറ്റാനുണ്ടായിരുന്നു കേട്ടോ. അതിന് മുന്നേ തന്നെ നമ്മുടെ ഫാനെല്ലാം ഒന്ന് തുടച്ചു. പിന്നെ നമ്മുടെ ജനലില്ലേ, അതിൽ നിറച്ചും മാറാലുണ്ട് കേട്ടോ. ഞാൻ ഞായറാഴ്ച ഒരു ദിവസമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് നിൽക്കാറ്. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും സമയം കിട്ടാറില്ല. അങ്ങനെ ജനലിലെ മാറാലൊക്കെ തൂത്ത് കളഞ്ഞിട്ട് പിന്നെ ബെഡ്ഷീറ്റും കൂടി മാറ്റി, പിന്നെ റൂമും കൂടി ഒന്ന് അടിച്ച് തുടച്ചിടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞു. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അലക്കാനിട്ടു. ഷീറ്റ് എന്താണെങ്കിലും അലക്കിയിട്ട് ഇനി പുറത്തിടാൻ പറ്റില്ല, വെയിലൊക്കെ പോയിട്ടുണ്ട്, സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി സന്ധ്യാമുറ്റവും കൂടി അടിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ അലക്കാനിട്ടതിന് ശേഷം മുറ്റടിക്കാനും കൂടി പോയി. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയുള്ളതുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ മുറ്റമൊക്കെ നനഞ്ഞ് കിടക്കുവാണേ. അങ്ങനെ സന്ധ്യാമുറ്റം അടിച്ചു കഴിഞ്ഞു. കുറച്ച് തുണി രാവിലെ അലക്കിയത് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും കൂടി എടുത്തു. അപ്പോൾ ഞാൻ ഈ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മോൻ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ നാമം ചൊല്ലുവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ കാണാവേ. ബൈ.